ഇനി ചടങ്ങല്ല അതുപോലെ തന്നെ നടക്കട്ടെ. ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇനി ഞങ്ങള് ഇവിടുന്ന് മാറണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ. അല്ലേ? എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. ഒന്ന് സംസാരിക്കാൻ വരുമോ? അയ്യോ, അതിനിപ്പോ എന്താ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ, വന്നോളൂ. വരുമല്ലേ? അകത്തേക്ക് വരൂ. ഈ അമൂല്യ എവിടെ പോയി? എനിക്ക് മുന്നേ വന്നാണല്ലോ. അമൂല്യ, അമൂല്യ, എന്റെ ചേച്ചി എന്തായാലും അഭിനയിക്കാൻ മിടിക്കുകയാണെന്ന് ഉറപ്പായല്ലോ. അവന്റെ മുഖം കണ്ടാൽ അറിയാം പേടിച്ചിട്ടുണ്ടെന്ന്. വാടാ വാടാ, ഇങ്ങോട്ട് വാടാ വാടാ. 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 നിനക്കെന്നെ കല്യാണം കഴിക്കണോ അല്ലേ? വാടാ വാടാ വാ. പാവം ചെക്കൻ. എന്റെ ചേച്ചിയുടെ കയ്യിലിരിപ്പ് വെച്ച് നിനക്ക് അവളെ മാനേജ് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ? അപ്പൊ വേഗം ഇവിടെ ഓടി രക്ഷപ്പെടാൻ നോക്ക്. നിനക്ക് വേണ്ടി എത്ര ജന്മം ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ ജന്മത്തിലെങ്കിലും എനിക്ക് നിന്നെ തിരിച്ചു കിട്ടി. വാടാ 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 വാടാ, ഇങ്ങോട്ട് വാടാ. വാ, വരാനല്ലേ പറഞ്ഞേ? വാ. എന്താ അമൂല്യക്ക് എന്താ പറ്റി? അയ്യോ ചേട്ടാ, അതൊരു വലിയ കഥയാ. ചേച്ചിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു സിനിമ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചേച്ചി പിന്നെ അതിലെ ക്യാരക്ടറിനെ പോലെ പെരുമാറും. ഇക്കാര്യം അച്ഛനും അമ്മയും നിങ്ങളിന്ന് മറച്ചു വെച്ചതാ. ചേച്ചി അങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ശ്രമിക്കുവോ? ഇത് എന്തൊക്കെയാ പറയുന്നേ?
ദയവ് ചെയ്ത് ഈ കാര്യം ഞാൻ പറഞ്ഞു എന്ന് അച്ഛനോടും അമ്മയോടും പറയല്ലേ. നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോ നിങ്ങൾ പാവമാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അവര് വിചാരിക്കുന്നത്. പക്ഷെ അതിനു വേണ്ടിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ലല്ലോ. എന്നാലും ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തേ? ഇതൊന്നും വെറുതെ തമാശയല്ലോ. അയ്യോ, ഇതൊക്കെ തമാശയാന്ന് തോന്നുന്നുണ്ടോ? ചേച്ചി ഇപ്പൊ നാഗവല്ലിയായിട്ട് മാറിയിരിക്കുക. നാഗവല്ലിയായി മാറിയ രക്തം കുടിച്ചിട്ട് നിർത്തും. അവക്ക് ആകെ ഈ ഒരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടാനില്ല. ഏയ്, അവിടെ എന്താ നിങ്ങൾ സംസാരിക്കുന്നേ? എന്റെ കാമുകനോട് വേറൊരു പെണ്ണ് മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എത്രയും പെട്ടെന്ന് അടുത്ത മുഹൂർത്തത്തിൽ എന്റെ കഴുത്തിൽ നീ താലി കെട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ നിന്നെ വെറുതെ വിടില്ല, ആ പെണ്ണിനെ വെറുതെ വിടില്ല. വേഗം താലി വാങ്ങിയിട്ട് വാ. വാ, വരാൻ വരാൻ. ഇവൾക്കൊരു ജീവിതം കൊടുക്കുന്ന എന്റെ ജീവിതം അതോടെ നശിക്കും. കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി. അയ്യോ, നിങ്ങളോട്ടൊരു ബന്ധത്തിൽ ഞാനില്ല. ചേട്ടാ ഒന്ന് നിക്ക്. അയ്യോ ഒന്ന് നിന്നേ, നിക്ക്. ഈ റൗഡി ബേബി കല്യാണം കഴിക്കണമെങ്കിൽ അതെന്റെ വേദാന്തിനെ പോലെ ധൈര്യമുള്ള ഒരുത്തനെ ആയിരിക്കണം. അല്ലാതെ ഈ പേടിത്തൊണ്ടമാരിയൊന്നും അമ്മ കല്യാണം കഴിക്കില്ല. അവൻ എന്റെ കൈ കിട്ടിയ ചേച്ചി നിക്കണം. ഇനി വീടിന്റെ മുമ്പിൽ റൗഡി ബേബി സൂക്ഷിക്കണമെന്ന് ബോർഡ് വെക്കേണ്ടി വരുമോ? എന്റെ റേഞ്ച് എന്താണെന്ന് അറിയില്ല നിനക്ക്. എന്റെ പൊന്നമ്മു ചേച്ചി, നിന്നെ ഇത്രയും വൃത്തിയായിട്ടൊരു സെറ്റപ്പിൽ കാണുമ്പോ എന്റെ മനസ്സിന് എന്ത് സന്തോഷം ഉണ്ടെന്ന് അറിയോ? അയ്യോ, നാഗവല്ലി ശരിക്കും സുന്ദരിയാ. നാഗവല്ലി ശരിക്കും സുന്ദരിയാ. റിലാക്സ് റിലാക്സ്. നാഗവല്ലി ശരിക്കും സുന്ദരിയാ. നിങ്ങൾ പറയുന്നൊക്കെ എനിക്ക് വളരെ തമാശയായിട്ടാ തോന്നുന്നത്. അയ്യോ, ഞാൻ നോർമലായിട്ട് സംസാരിക്കുന്നേ. രമീളയാ വെറുതെ തമാശയൊക്കെ പറയുന്നത്. എന്തായാലും ശരി, എല്ലാവർക്കും സന്തോഷമായിരുന്നു. അത് ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇത് തന്നെ അവളോട് പറഞ്ഞോണ്ടിരിക്കുന്നത്, വിട്ടേക്കാൻ. പക്ഷെ എന്തോ അവക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു മോനെ? അച്ഛാ, അമ്മേ, നമുക്ക് ഈ കല്യാണം വേണ്ട. വാ, വേഗം പോവാ. അയ്യോ, എന്താ കാര്യം? പറയുന്നേ ഇവിടെ നിക്ക്. അയ്യോ, എന്തിനിങ്ങനെ പേടിച്ചോടുന്നേ? ഒന്ന് നിക്ക് മോനെ, ഞാൻ സംസാരിക്കാം. പോവാണെങ്കിൽ അവര് പൊക്കോട്ടമ്മേ. അവർ ശരിക്കും കള്ളന്മാരാ. എന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അങ്ങളെ ഇത് നോക്ക്, അവർ ശരിക്കും ആരാണെന്ന് ഇതിലുണ്ട്. എന്താ പറ്റിയത്? ഇത് നോക്കുമല്ലേ. വിവാഹം ചെയ്യാന്ന് വാഗ്ദാനം ചെയ്ത് കാശ് കെട്ടുന്നവരവരൊക്കെ. ഇതിന്റെയൊക്കെ പേരില് പോലീസ് അവരെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇറങ്ങി ഇത് തന്നെ ചെയ്യാ. നിങ്ങൾ പറയുന്നത് സത്യമാണോ? അവര് തട്ടിപ്പുകാരാണോ? അതേ പ്രമേ, പത്രക്കാര് വെറുതെ അങ്ങ് കള്ള ന്യൂസ് ഇടും. വല്ലാത്ത ചതിയായി പോയത്. നമ്മുടെ അമ്മുന്റെ ജീവിതം വെച്ചാ കളിച്ചത്. കണ്ണാ, നീ കറക്റ്റ് സമയത്ത് ആ ന്യൂസ് കൊണ്ടുവന്നു. നന്നായി മോനെ. ഇല്ലായിരുന്നെങ്കിൽ പ്രമി ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു. അമ്മോ, അവരെന്തിനിങ്ങനെ പേടിച്ചോടിയത്? നീ എന്താ അവരെ ചെയ്തേ? അവൻ എന്നാണെങ്കിലും പോകേണ്ടവനല്ലേ. എന്തായാലും ഞാൻ അവനെ ഓടിച്ചു വിട്ടത് നന്നായിന്നിപ്പോ തോന്നില്ലേ? അവൻ പക്ക ഫ്രോഡാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. പിന്നെന്താ? നീ അവനെ ശരിക്കും എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇത്രയും വലിയ കള്ളന്മാരാന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ പോലും കേട്ടില്ലായിരുന്നു. നീ ഇപ്പൊ ചെയ്തത് എന്തായാലും നല്ല കാര്യം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണ് തെറ്റുകാരി. ഞാൻ മുൻകൈ എടുത്ത് എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയില്ലേ? പ്രദീപേ,
ഇങ്ങനത്തെ ആലോചനകളാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങളെ ചതിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ? മണിച്ചേട്ടാ, ദേവി ഇത് എന്നെ തെറ്റിദ്ധരിക്കല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് കൂടിയല്ലേ നാണക്കേട്. ഇവരെന്നെയും കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതൊക്കെ പുറത്തറിയുകയാണെങ്കിൽ എന്റെ കഞ്ഞിലും കല്ല് വീഴില്ല ഏട്ടാ. ദേവി ഇത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇവർ ഇത്രയും വലിയ കള്ളന്മാരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാം നന്നായിട്ട് ആലോചിച്ചിട്ട് ഇനിയൊരു പയ്യനെ കൊണ്ടുവന്നാൽ മതി. കല്യാണം അങ്ങനെ എടുപിടി നടത്താനുള്ളതല്ല. പെൺമക്കളെ നല്ല കുടുംബത്തിലേക്ക് അയക്കുമ്പോഴാണ് മാതാപിതാക്കൾക്ക് സമാധാനം. അതൊക്കെ ശ്രദ്ധിച്ചു വേണം എല്ലാം ചെയ്യാൻ. എന്നോട് ക്ഷമിക്കണം ചേട്ടാ. എത്രയും പെട്ടെന്ന് ഈ കാര്യം മേഡത്തെ വിളിച്ചറിയിക്കട്ടെ. പോയ കാര്യം എന്തായി? എല്ലാം ഓക്കെ അല്ലേ? അത് പറയാൻ വേണ്ടി മേഡം ഞാനിപ്പോ വിളിച്ചത്. എല്ലാം കൈവിട്ടു പോയി മേഡം. താനെന്താ തമാശ പറയാണോ? അവിടെ എന്താ സംഭവിച്ചത്? അവരുടെ രണ്ടാമത്തെ മോളത്ര നിസ്സാര പാർട്ടിയൊന്നുമല്ല. അവളൊരു ഭീകരി തന്നെയാ. എല്ലാം അവളുടെ അഭിനയമാ. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, അവള് പല അടവുകളും കാണിക്കുമെന്ന് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞതാ. കൊണ്ടുവന്ന പയ്യനും കുറച്ച് ഉടായിപ്പായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാ ഞാൻ അവനെ കൊണ്ടുവന്നത്. പക്ഷെ മേഡം പറഞ്ഞതിനേക്കാളൊക്കെ 10 ഇരട്ടിയായിരുന്നു ഇവിടെ. ഇനി താനൊന്നും പറയണ്ട. അവളുടെ പുരാണം പറയാനാണ് വിളിച്ചത്. തനിക്ക് അവരെ കൺവിൻസ് ചെയ്ത് അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റിയില്ല. അയ്യോ അതല്ല മേഡം, ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ ആ പയ്യനും അവന്റെ അച്ഛനും അമ്മയും ഒന്നിനും സമ്മതിക്കുന്നില്ല. അവസാനം ആ പയ്യൻ അവിടുന്ന് ഇറങ്ങി ഓടുന്ന അവസ്ഥ വരെയായി. അത് മാത്രമല്ല, ആ പയ്യന്റെ പേരിൽ പോലീസ് കേസൊക്കെ ഉണ്ട്. അത് ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് മനസ്സിലാകുകയും ചെയ്തു. അവരെന്തായാലും അവിടുന്ന് ഓടിയത് വളരെ നന്നായി. ഞാൻ ചെയ്തൊന്നും വർക്കൗട്ട് ആയില്ല മേഡം, എന്നെ വിട്ടേക്ക്. പ്ലാൻ ചെയ്യുന്ന പദ്ധതികളൊക്കെ പൊളിഞ്ഞ് അതെനിക്ക് തിരിച്ചടിയാവോ? ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയെന്ന് വിചാരിക്കണ്ട. ഇതെല്ലാത്തിനുമുള്ളൊരു തുടക്കം മാത്രമാണ്. ഈ സുഹാസിനി ആരാണെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. മക്കളുടെ നല്ല ജീവിതത്തിന് സ്വന്തം അമ്മ തന്നെ വില്ലത്തിയായാൽ എങ്ങനെയിരിക്കും? വേദാന്തിന്റെ അമൂല്യയുടെയും കല്യാണം എങ്ങനെയും നടത്തിയേ പറ്റൂ. എന്നാൽ ഈ സുഹാസിനിയുടെ അഹങ്കാരം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയും. എനിവേ താങ്ക്സ്. നീ ഇപ്പൊ ചെയ്തതൊരു നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായനെ. ഇതിൽ എന്നോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല ചേട്ടാ. ചേട്ടന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അതൊക്കെ പോട്ടെ. പയ്യൻ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും ചേട്ടൻ എന്താ അമ്മയോട് ഇതൊക്കെ പറയാത്തത്? ഞാൻ വന്ന് ഇതൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കല്യാണം മുടക്കാൻ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കഥയാന്നേ പറയൂ. പേപ്പറിൽ വന്നൊക്കെ കള്ളമെന്നും അമ്മ പറയും. എനിക്ക് അമൂല്യയോടുള്ള സ്നേഹം സത്യമാണ്. പക്ഷെ ആ സ്നേഹത്തിന്റെ പേരിൽ ആരും സങ്കടപ്പെടരുത്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും വേദനിക്കരുത്. ആരെയും വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ചേട്ടന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും റെഡിയാണെന്ന് അറിയില്ലേ? നീ പറഞ്ഞാൽ മാത്രം ഇവിടെയുള്ളവരെല്ലാം വിശ്വസിക്കൂ. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞ. അതിനി വേറെ അർത്ഥം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ചേട്ടന്റെ അനിയൻ തന്നെയാ. എനിക്കതൊക്കെ ഇതെല്ലാം നിന്റെ ഐഡിയ ആയിരുന്നല്ലേ? നീ വന്നപ്പോഴേ എനിക്ക് അറിയായിരുന്നു നീ എന്തോ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്. വന്നപ്പോഴേ കല്യാണം മുടക്കി തന്നല്ലോ. ഇങ്ങനെ തരം താഴ്ന്ന പ്രവൃത്തി നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മ ഞാൻ പറയുന്നത് കേക്ക്. കാര്യം അതല്ല. നീ ഒന്നും പറയണ്ട കണ്ണാ. വലിയ വീട്ടിലെ ആൺകുട്ടികൾക്കൊന്നും മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാവില്ല. എല്ലാം തികഞ്ഞവരെന്ന ഭാവത്തിലാ അവർ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നോക്ക് വേദാന്ത്,
ഇനി അമൂല്യയുടെ കാര്യം പറഞ്ഞ് ഈ വീടിന്റെ പടി നീ ചവിട്ടാൻ പാടില്ല. എന്റെ മകളെ ഞാൻ സമാധാനമായിട്ട് മറ്റാരുടെയെങ്കിലും കൈപിടിച്ചേൽപ്പിച്ചോട്ടെ. എന്റെ മൂത്ത മരുമകന്റെ ചേട്ടനെന്ന നിലയിൽ നിനക്ക് ഞാൻ ബഹുമാനം തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് അതില്ലാതാക്കരുത്. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. എന്താ അതിയ കുറച്ചു നേരമല്ലോ നീ ഫോട്ടോ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട്? അവരൊരുമിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്, അതാ നോക്കിയേ. പറഞ്ഞത് ശരിയാ. ഇവരുടെ ഈ ലവ് സ്റ്റോറി ഉണ്ടല്ലോ മറ്റുള്ളവരുടെ പോലെയല്ല, ശരിക്കും ഡിഫറെന്റാ. ഡിഫറെന്റ് തന്നെയാ. മറ്റുള്ളവരുടെ ലവ് സ്റ്റോറിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് ഇവരുടെ ലവ് സ്റ്റോറിയിലുണ്ട്. ഇനി എന്ത് സംഭവിക്കായിരിക്കും? ചെറിയമ്മ സമ്മതിക്കോ? അത് ചെറിയമ്മയോട് നീ തന്നെ പോയി ചോദിച്ചു നോക്ക്. എന്റെ വിഷമം എന്താന്ന് വെച്ചാ അമൂല്യയുടെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടെന്ന് ഓർത്താ. ഇങ്ങനെ അവസാന നിമിഷത്തിൽ ചെറിയമ്മ ഇങ്ങനെ വാശി പിടിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ശരിയാ ആദ്യ. ചെറിയമ്മ ഇങ്ങനെ അവസാനം കൊണ്ട് കാലടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈശ്വര, ഇവരെ ഒന്നിപ്പിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരണേ. ഇവരൊരുമിച്ച് കണ്ട എല്ലാവർക്കും മനസ്സിലാവും അമ്മും ചേട്ടനും പെർഫെക്റ്റ് ജോഡിയാണെന്ന്. ഇവര് രണ്ടുപേരും വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ 4 കുടുംബങ്ങളുടെ സമാധാനം നശിക്കും. 4 കുടുംബങ്ങളോ? അതേതാ 4 കുടുംബം? ഒന്ന് നമ്മുടെ ഈ വീട്, രണ്ടാമത്തേത് ചെറിയമ്മയുടെ വീട്, മൂന്നാമത്തേത് അമൂല്യ കല്യാണം കഴിക്കുന്ന ആ ചെറുക്കന്റെ വീട്, നാലാമത്തേത് ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിന്റെ വീട്. ഇവർ രണ്ടുപേരും വേറെ കല്യാണം കഴിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അത്ര കാര്യമായിട്ടൊന്നും ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഞാൻ ഈശ്വരനോട് 2 കാര്യങ്ങളാ പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ചേട്ടന്റെ അമൂല്യയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം. രണ്ടാമത്തേത്, എന്റെ ഭർത്താവിന്റെ തലയിൽ കുറച്ച് ആൾതാമസം. വിവരവും ബുദ്ധിയൊന്നും നിനക്ക് പണ്ടേ ഇല്ലല്ലോ. ഈശ്വര, എന്റെ ഈ 2 ആഗ്രഹങ്ങളും എങ്ങനെയെങ്കിലും നടത്തി തരണേ പ്ലീസ്. ചേട്ടാ, പ്രണയത്തിൽ ഇതൊക്കെ കോമൺ ആണ്. ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നല്ലേ ഉള്ളൂ. സമയമുണ്ടല്ലോ. അവസാന നിമിഷം വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പെട്ടെന്നൊന്നും ഇതിനാരും സമ്മതിക്കുകയില്ല. ചേട്ടനൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അമ്മയുടെ സമ്മതം മാത്രം കിട്ടിയാൽ പോരെ. ആ വാശി മാറ്റാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കും. അത് നമുക്ക് നോക്കാം. ചേട്ടനെ റൗഡി കൊച്ചിന്റെ കല്യാണം ഒന്നുകൂടി ലേറ്റ് ആവുമായിരിക്കും. എന്നാലും നിങ്ങൾ രണ്ടുപേരും തന്നെ വിവാഹം കഴിക്കണം. എന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചേട്ടാ. ആദ്യം നിങ്ങളുടെ കല്യാണമാണ് നടത്തേണ്ടത്. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് നിന്നെ പറയുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് നീ വീട്ടിൽ നിന്ന് പോണം. ഞാൻ അമൂല്യയെ കല്യാണം കഴിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നറിയാം. അതുകൊണ്ട് നിർബന്ധിച്ച് കല്യാണം നടത്താൻ എനിക്കും താല്പര്യമില്ല. അങ്ങനെ നടന്നാലും ആ കല്യാണം ഭംഗിയാവില്ല. എനിക്ക് അമൂല്യയെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരുന്നാൽ മതി. ഇപ്പൊ വന്ന ആ പയ്യനെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അതെവിടെയാന്ന് വെച്ചാ എന്റെ ഫ്രണ്ടിന്റെ കമ്പനിയിൽ മുൻപ് വർക്ക് ചെയ്തിരുന്നു. ഇവന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞാന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ധ്രുവയോട് ഈ കാര്യം ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. നിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ നിനക്കത് ആദ്യമേ പറയായിരുന്നു എന്നോട്. അത് നീ ചെയ്തോ? ഞങ്ങളുടെ ഒപ്പം നിന്ന് നീ അവനെ സ്വീകരിച്ചകത്തേക്ക് എത്തിയില്ലേ? അമ്മ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നൊക്കെ തെറ്റായ കാര്യങ്ങളാ. ഞാൻ പറയുന്നതൊന്നും അമ്മ ശരിയായിട്ടല്ല എടുക്കുന്നത്. എന്റെ ഉദ്ദേശം നല്ലത് മാത്രോ, പക്ഷെ അമ്മ മനസ്സിലാക്കുന്നത് വേറെയും. അതുകൊണ്ട് എനിക്ക് മറുപടിയില്ല. വന്നവര് ഫ്രോഡാന്നുള്ളതിന്റെ പ്രൂഫ് ധ്രുവ കാണിച്ചത്.